لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله. ഖുതുബയുടെ ആമുഖമായി ഖുതുബയിൽ ഉണർത്തിയത് നമ്മളൊക്കെയും ബഹുസ്വര സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കൾക്കും നമ്മൾ മാതൃകായോഗ്യന്മാരായി മാറണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, സഹജീവികളോടും സമസൃഷ്ടികളോടും കരുണയുള്ളവരാകണം. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ബനി ഇസ്രായേലികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവരുടെ ഹൃദയം കടുത്തുപോയി. അധപ്പതനത്തിൻ്റെ ഫിർഔനിൻ്റെ കരങ്ങളാൽ ചവിട്ടി മതിക്കപ്പെട്ട ആ സമൂഹത്തെ മൂസാ അലൈഹിസ്സലാം എന്ന പ്രവാചകനിലൂടെ അവരെ സുരക്ഷിതമാക്കി കൊണ്ടുവന്നുവെങ്കിലും അവർ അല്ലാഹുവിൻ്റെ മുന്നിൽ നന്ദികേടിന് വിധേയരാവുകയും കഠിന ഹൃദയന്മാരാവുകയും ചെയ്തു എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ജുമാ ഖുതുബ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോയി നമ്മൾ ഭക്ഷണം വാരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു ഹോൺ ബില്ല് കേൾക്കുകയാണ്. ഡോറ് തുറന്നു നോക്കുമ്പോൾ ഒരു സാധു മനുഷ്യൻ. 10 രൂപ നാം അയാൾക്ക് കൊടുത്തപ്പോൾ നിസ്സഹായനായ മനുഷ്യൻ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളൊരു പാത്രത്തിൽ അയാൾ ഭക്ഷണവും കറിയും വെള്ളവുമൊക്കെ എടുത്ത് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അയാൾ സന്തോഷത്തോടെ ആക്രാന്തത്തോടെ അത് വാരി വലിച്ച് കഴിച്ച് വെള്ളവും കുടിച്ച് അയാൾ നമ്മുടെ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. അതിലുപരി പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ സന്തോഷമുണ്ടാകും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹജീവികളോടും സമസൃഷ്ടികളോടും കരുണയും വാത്സല്യവും ഹൃദയാലിവുമുള്ളവരാകണം. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നായയുടെ തൊണ്ടയിൽ ഒരു എല്ല് കുടുങ്ങിപ്പോയി. 1 കോടിയോളം മനുഷ്യര് ഒരു മുസ്ലിം സഹോദരിയുടെ ജീവിതവും കരുണയും കാരുണ്യത്തെക്കുറിച്ചും തിരിച്ചറിയുന്നത് അപ്രകാരമാണ്. നായയെന്ന് കേട്ടുമ്പോൾ വെറുക്കുകയും വെറുക്കപ്പെടുകയും തള്ളിമാറ്റുകയും ചെയ്യുന്നതല്ല. ആ നായ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് വീട്ടിലെൻ്റെ മകൾക്ക് തൊണ്ടയിലൊരു മീൻമുള്ളു കൊണ്ടാൽ, ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം തൊണ്ടയിലേക്ക് കുടുങ്ങിയാൽ എൻ്റെ മോൻ പ്രയാസപ്പെടുന്നത് പോലെ വിശ്വാസിയായ ആ സഹോദരി ഒരു തടിക്കഷണം കൊണ്ട് ആ എല്ലിനെ എടുത്തു കളയുന്ന ചിത്രം നമ്മളൊക്കെ കണ്ടതാണ്. എവിടെ നിന്നാണ് സഹോദരങ്ങളെ ആ സഹോദരിക്ക് മാതൃക? അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. ബനി ഇസ്രായേലികളിൽപ്പെട്ട ഒരു മോശമായ ഒരു സ്ത്രീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ ദാഹം അനുഭവപ്പെട്ടു. അയാളൊരു കിണർ കണ്ടു. കിണറിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായി അയാൾ ഇറങ്ങി വെള്ളം കുടിച്ച് അയാളുടെ ദാഹം മാറി. തിരിച്ച് കിണറിൽ നിന്ന് മേളിലോട്ട് കയറി വന്നപ്പോൾ ഒരു നായ വെള്ളത്തിനു വേണ്ടി നനവുള്ള മണലിൽ ഇങ്ങനെ നാവിട്ടിഴക്കുന്നത് കണ്ട് പാപകൃത്യങ്ങളിൽ മുങ്ങിപ്പോയ ആ സഹോദരി ഹൃദയമൊന്നലിഞ്ഞു. വീണ്ടും കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. താൻ ധരിച്ചിരുന്ന ഷൂവിൽ നിറയെ വെള്ളം കോരി ആ നായക്ക് കൊണ്ട് കൊടുത്തപ്പോൾ നായ മടമട ആ വെള്ളം കുടിച്ചു. എന്തുകൊണ്ടാണ് ആ സഹോദരിയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് അല്ലാഹുവിൻ്റെ റസൂല് നാളെ പരലോകത്ത് ആ സഹോദരി സ്വർഗവാസിയാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആ പ്രവാചകനെ നമ്മെ ഉണർത്തുന്നത്? ഒരു ക്യാമറയും അവിടെ ഒപ്പിയെടുത്തിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ പ്രീതിയും ആ സഹോദരിയിൽ ഉണ്ടാകാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺമുന്നിൽ കാണുന്ന മനുഷ്യരോട് കരുണയും സ്നേഹവും മമതയും കാണിച്ചില്ലെങ്കിൽ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാൻ കഴിയാത്ത ആ സൃഷ്ടാവിനോട് കടമയും കടപ്പാടുമുണ്ട് എന്നെങ്ങനെ അറിയാൻ കഴിയും സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അവർക്ക് മാതൃകയായി പ്രബോധനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ലാളിത്യവും സൗമ്യതയും കരുണയും നിത്യജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അങ്ങനെ നനവുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി, കരുണയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി, മാതാപിതാക്കളോടും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ ഹൃദയാലുള്ളവരായി ലാ ഇലാഹ